Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് യൂണിഫോം സർക്കുലർ മോഷൻ. മോഷന്റെ പ്ലെയിനിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷന്റെ ബേസിക് കുറച്ച് ഇക്വേഷൻസ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിഫോം സർക്കുലർ മോഷന്റെ ഡെപ്തിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന ചാപ്റ്ററിൽ റൊട്ടേഷൻ മോഷൻ എന്ന കൺസെപ്റ്റിൽ നമ്മൾ വീണ്ടും ഒരുപാട് ഇക്വേഷൻസ് അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫോർ ടൈം ബീങ് യൂണിഫോം സർക്കുലർ മോഷൻ എന്താണ്, അതിന്റെ ഇക്വേഷൻസ് എന്താണെന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർക്കുലർ മോഷനും യൂണിഫോം സർക്കുലർ മോഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന കൺസെപ്റ്റ് വെച്ചിട്ട് ഒരുപാട് ഇക്വേഷൻസ് വരാറുണ്ട്. സോ വാട്ട് ഈസ് യൂണിഫോം സർക്കുലർ മോഷൻ? The motion of an object along the circumference of a circle is called circular motion. If the speed of the object remains constant throughout the motion, it is called uniform circular motion. ഒരു ഒബ്ജക്റ്റ് സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സർക്കുലർ മോഷൻ. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്യുമ്പോൾ ദാറ്റ്സ് നോട്ട് എ സർക്കുലർ മോഷൻ. ഇഫ് ഇറ്റ് ഈസ് മൂവ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്, മൂവ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് സ്പീഡിലാണെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കുന്നത്. ഈ യൂണിഫോം സർക്കുലർ മോഷനിൽ ഏറ്റവും ബേസിക് ആയിട്ട് കിട്ടാവുന്ന ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ്: If an object has constant speed and varying velocity, is possible or not? ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് സ്പീഡിലാണ് പോകുന്നത്, പക്ഷെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു, പോസിബിൾ ആവോ ഇല്ലയോ? അപ്പൊ പെട്ടെന്ന് നമ്മൾ ഇല്ല എന്ന് പറയാനുള്ള ടെൻഡൻസി ഉണ്ട്. കാരണം നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് വെക്ടർ ആണ്, അത് സ്പീഡ് പ്ലസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് വെലോസിറ്റി മാറുക എന്ന് പറയുമ്പോൾ പോസിബിൾ ആവും. ഏതാണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ യൂണിഫോം സർക്കുലർ മോഷൻ. കാരണം യൂണിഫോം സർക്കുലർ മോഷനിൽ ഓരോ പോയിന്റിലും വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ സ്പീഡ് മാറുന്നില്ല. അപ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ്, വേരിയിങ് വെലോസിറ്റി പോസിബിൾ ആണ് ചോദിച്ചാൽ പോസിറ്റീവ് ആണ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, ബട്ട് വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. വേരിയിങ് വെലോസിറ്റി, കോൺസ്റ്റന്റ് സ്പീഡ് പോസിബിൾ. അപ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ നമ്മൾ പിക്ചറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിൽ നമ്മൾ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പിയും ക്യൂവും. സോ പി ഇസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ ബോഡി. അപ്പോൾ പി എന്നാണ് ഒബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്യൂയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ പിനെ നമ്മൾ പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പൊസിഷൻ വെക്ടർ പറയാണ് ഇനീഷ്യൽ റേഡിയസ് വെക്ടർ, ദാറ്റ് ഇസ് പൊസിഷൻ വെക്ടർ ഓഫ് ഒ പി. അത് പിയിൽ ഉള്ള ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒ പി എന്ന റേഡിയസ് വെക്ടർ എടുത്ത്, ദാറ്റ് ഇസ് ഇനീഷ്യൽ റേഡിയസ് വെക്ടർ, അതിന് പൊസിഷൻ വെക്ടർ എന്നും പറയാം. പിയിലാണ് പോയിന്റ് ഉള്ളത്. ദെൻ Q is the final position of the body. അപ്പോൾ പിന്ന് ക്യൂയിലേക്ക് ബോഡി മൂവ് ചെയ്യാണ്. ബോഡി മൂവ് ചെയ്തപ്പോൾ ക്യൂ എന്ന ഫൈനൽ പൊസിഷനിലേക്ക് എത്തി. സോ ഒ ക്യൂ ഇസ് ദ ഫൈനൽ റേഡിയസ് വെക്ടർ ഓർ ക്യാൻ ബി പൊസിഷൻ വെക്ടർ ഓഫ് ക്യൂ എന്ന് പറയാം. The linear displacement of the body at delta t time. അപ്പോൾ ഡെൽറ്റ ടി ടൈം എടുത്തുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എസ് ഓർ ഡെൽറ്റ എക്സ്. അപ്പോൾ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ശ്രദ്ധിക്കണം, രണ്ടും കൂടി കൺഫ്യൂസ്ഡ് ആവുന്നത്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എവിടെ ഉണ്ട്? ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡെൽറ്റ എക്സ് ഓർ പി ക്യൂ ഇസ് നോൺ ആസ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ പി ക്യൂ എന്ന് പറയുന്ന വെക്ടർ ആണ് ആ ഡിസ്പ്ലേസ്മെന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ലീനിയർ ആണ്, ആർക്കിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ തീറ്റ മീൻസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ഡെൽറ്റ എക്സ് മീൻസ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. ഇതിൽ നമ്മൾ പൊതുവേ ചെയ്യുന്നത് ലീനിയറും ആംഗുലറും തമ്മിലൊരു കണക്റ്റീവ് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ലീനിയറും ആംഗുലറും എടുത്ത് പറയാനുള്ള കാരണം. ടൈം പീരീഡ് ടി, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ. അപ്പോൾ സർക്കുലർ മോഷനിലേക്ക് പോകുന്നതിന് മുന്നേ അതിന്റെ ബേസിക് ആയി അറിയേണ്ട ഒരു രണ്ട് ടേമിൽ ഒന്നാണ് ടൈം പീരീഡ് ടി. അതായത് പി എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പി എന്റെ പോയിന്റിലേക്ക് സർക്കംഫറൻസിലൂടെ തിരിച്ചു വരാനുള്ള സമയത്തിന് വിളിക്കുന്നവരാണ് ടൈം പീരീഡ്. ഒരു റെവല്യൂഷൻ എടുക്കുന്ന ടൈമിനെ വിളിക്കുന്നവരാണ് ടൈം പീരീഡ്. യൂണിറ്റ് സെക്കൻഡ്, ഡയമെൻഷൻ ക്യാപിറ്റൽ ടി. ഫ്രീക്വൻസി ന്യൂ എന്നും പറയും, എഫ് എന്നും വിളിക്കാറുണ്ട്. ഫ്രീക്വൻസി ഇസ് എ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 സെക്കൻഡ്. നമ്മൾ പറയും നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. അപ്പോൾ പിയിലേക്ക് വളരെ വേഗം എത്തുകയാണെങ്കിൽ ടൈം പീരീഡ് കുറവായിരിക്കും, ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഫ്രീക്വൻസി, അതാണ് ഫാസ്റ്റ്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആണെങ്കിൽ പറയും ഫ്രീക്വൻസി കൂടുതലാണ്, ടൈം പീരീഡ് കുറവാണ്. അപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. സോ ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു ന്യൂ ഈക്വൽ ടു 1/t. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ഹെഡ്സ് ആണ് ഓർ സെക്കൻഡ് റേസ് ടു -1. ഈ രണ്ട് ടേം വെച്ചിട്ടാണ് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷന്റെ സ്പീഡ് പറയുന്നത്. അപ്പോൾ ടൈം പീരീഡ് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് പറയാം വളരെ സ്പീഡാണ് സർക്കുലർ മോഷൻ, അല്ലെങ്കിൽ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്.
ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഓർ ഡെൽറ്റ തീറ്റ. അപ്പൊ ഡെൽറ്റ ഇൻഡിക്കേറ്റും ശ്രദ്ധിക്കാം, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡി ഉപയോഗിച്ച പോലെയാണ് ഡെൽറ്റ ഉപയോഗിക്കുന്നത്. ചേഞ്ച് ഇൻ തീറ്റ, ചേഞ്ച് ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡെൽറ്റ എക്സും ഡെൽറ്റ തീറ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് റേഡിയന്റ് ആണ്. Angular displacement is the angle set by the radius vector in a particular interval of time. അപ്പോൾ ഒരു ഡെൽറ്റ ടി പിന്ന് ക്യൂയിലേക്ക് എത്തുമ്പോൾ ആ ഡെൽറ്റ തീറ്റ ആ സ്വെപ്റ്റ് ചെയ്ത ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലർ വെലോസിറ്റി ഒമേഗ. അപ്പൊ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് റേഡിയന്റ് ആണ്. അപ്പൊ അതേപോലെ ആംഗുലർ വെലോസിറ്റി നമുക്കറിയാം, വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് വരും. പക്ഷെ ഇവിടെ വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് പകരം തീറ്റ ബൈ ടി ആണ്. ദിസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ റേഡിയൻ പെർ സെക്കൻഡ് ആണ് ഒമേഗയുടെ യൂണിറ്റ്. The rate of angular displacement is called angular velocity or angular frequency. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഹെഡ്സ് ആണ് യൂണിറ്റ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഫ്രീക്വൻസി ആണ്. അല്ല റേഡിയൻ പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആംഗുലർ വെലോസിറ്റി ആണ്. കാരണം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ യൂണിറ്റ് വെച്ചിട്ടാണ് അത് എന്താണെന്ന് നിശ്ചയിക്കേണ്ടത്. ഹെഡ്സ് സെക്കൻഡ് റേസ്റ്റ് -1 എന്ന് പറയുകയാണെങ്കിൽ ഫ്രീക്വൻസി ആണ്. റേഡിയൻ പെർ സെക്കൻഡ് ആണെങ്കിൽ അത് ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പോൾ ലീനിയർ മോഷനിൽ ഒരു ഒബ്ജക്റ്റ് വെലോസിറ്റി പറഞ്ഞാൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സർക്കുലർ മോഷനിൽ ആ വെലോസിറ്റിക്ക് പകരം വരുന്ന ടേം ആണ് ആംഗുലർ വെലോസിറ്റി. അത് ഒമേഗ എന്നാണ് എഴുതുക. അതിന്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഒമേഗ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്. അതായത് നമ്മൾ വി എഴുതുമ്പോൾ പറയാം ഡി എക്സ് ബൈ ഡി ടി എഴുതില്ല, അതേപോലെ ഒരു കൺസെപ്റ്റ് ആണ് ഡി തീറ്റ ബൈ ഡി ടി ആണ് ഒമേഗ. as similar as v equal to dx by dt. നമ്മൾ a equal to dv by dt and v equal to dx by dt എഴുതുന്ന പോലെ നമുക്ക് ഒമേഗ എഴുതാം d theta by dt. That is radian per second is the unit of angular velocity. For uniform circular motion, omega is equal to 2 pi by t or 2 pi f. അപ്പോൾ ഈ ഇക്വേഷൻ ഓർമ്മ വേണം. ബേസിക് സർക്കുലർ മോഷനിലൊക്കെ ഉപയോഗിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഒന്ന് ഫ്രീക്വൻസി ഇസിക്കൽ 1/t ആൻഡ് ഒമേഗ ഇസിക്കൽ 2 pi f or 2 pi by t. അപ്പോൾ ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ബേസിക് ആയ ചില പ്രോബ്ലംസ് നമുക്ക് ഈ ഇക്വേഷനിൽ കിട്ടാറുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആൻഡ് ലീനിയർ വെലോസിറ്റി v. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റൊട്ടേഷൻ സർക്കുലർ മോഷനും ലീനിയർ മോഷനും തമ്മിലൊരു കണക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് കംസ് ഓൺ സർക്കുലർ മോഷൻ ആൻഡ് വി കംസ് ഓൺ ലീനിയർ മോഷൻ. ഒബ്ജക്ട് വളരെ സ്ട്രെയിറ്റ് ലൈനിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ വെലോസിറ്റി. കോൺസ്റ്റന്റ് സ്പീഡിൽ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ മൂവ് ചെയ്യുന്നതാണ് യൂണിഫോം സർക്കുലർ മോഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം സർക്കുലർ മോഷൻ കോൺസ്റ്റന്റ് ആയാലും വേരിയലും കുഴപ്പമില്ല. അപ്പോൾ ഒമേഗ എന്ന് പറയുന്ന ടേമിനെ എങ്ങനെയാണ് വ്യൂ ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഈ റിലേഷൻ നമുക്ക് നല്ലൊരു ബേസിക് ഐഡിയ കിട്ടുകയാണ്. സർക്കുലർ മോഷനും ലീനിയർ മോഷനും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം. ഒമേഗ is equal to limit delta t tends to 0 delta theta by dt is equal to d theta by dt and v equal to limit delta t tends to 0 delta x by delta t is equal to dx by dt. അപ്പോൾ ഈ ലിമിറ്റ് പറയാൻ കാരണം നിങ്ങൾ ഡിഫറൻഷിയേഷൻ നോർമലി ഫസ്റ്റ് ഇയേഴ്സിൽ എടുക്കാത്തത് കൊണ്ട് ലിമിറ്റ് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, അതാണ് ലിമിറ്റ് വെച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ആയിട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം, വി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് വി ഹാവ് ദ ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഇക്വേഷൻ omega is equal to d theta by dt and v equal to dx by dt. That means differentiate theta with respect to time, we will get omega. Differentiate displacement with respect to time, we will get velocity. And equations. In figure, delta theta is equal to pq by r or delta x by r. The point p is very close to q. നമുക്കറിയാം തീറ്റ എന്ന് പറയുന്ന ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പോൾ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ആർക്ക് എന്ന് പറയുന്നത് പി ക്യു ആണ്, ബൈ റേഡിയസ് ആർ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഡി എക്സ് ബൈ ആർ. ഡി എക്സ് മീൻസ് ആ ഡിസ്പ്ലേസ്മെന്റ് ആണ്, പി ക്യു എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്, ദാറ്റ് ഇസ് ഡി എക്സ്. അതൊരു ആർക്കാണ്, ഇറ്റ്സ് വെരി ക്ലോസ്. നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഡി എക്സ് ഇസ് എ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് പറയാം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു ആർ ഡെൽറ്റ തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ ഫോർ വി. അപ്പോൾ വിക്ക് വേണ്ടി നമ്മൾ ഡെൽറ്റ എക്സ്, നമുക്ക് ഓൾറെഡി വി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഉണ്ട്. അപ്പോൾ എക്സ് നമ്മൾ ആർ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആർ ഡെൽറ്റ തീറ്റ ബൈ ഡി ടി.
അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഈ ലിമിറ്റ് എഴുതിയില്ലെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വി ഈക്വൽ ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ എക്സിന് പകരം ആർ തീറ്റ കൊടുക്കാം. അപ്പോൾ ആർ റേഡിയസ് ആണ്. ഡിഫറൻഷിയേറ്റ് നമുക്കറിയാം, നമ്മളൊരു കോൺസ്റ്റൻസ് എടുത്ത് പുറത്ത് വെക്കും. അപ്പോൾ വി ഈക്വൽ ടു ആർ ഡി തീറ്റ ബൈ ഡി ടി ആയി. അപ്പോൾ ഡി തീറ്റ ബൈ ഡി ടി മീൻസ് ഒമേഗയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇക്വേഷൻ കൊണ്ടുവന്നു. നമ്മൾ ഇത്രേ ചെയ്തുള്ളൂ. അതായത് വെലോസിറ്റി ഈക്വൽ ഡി എക്സ് ബൈ ഡി ടി ആണ്. അല്ല എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ആർ ഡെൽറ്റ തീറ്റ, ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ആർക്ക് ബൈ റേഡിയസ് എന്ന ഇക്വേഷൻ കൊണ്ടുവന്നു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ. അപ്പോൾ എക്സിന് ആർ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ആർ എടുത്ത് പുറത്ത് വെക്കണം. അപ്പോൾ വി ഈക്വൽ ടു ആർ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഓർ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് ഒമേഗയാണ്. സോ വി ഈക്വൽ ടു ആർ ഒമേഗ. This expression is connecting linear velocity and angular velocity, or we can say that it is connecting the circular motion to the linear motion. So v equal to r omega. Relation between acceleration a and angular velocity omega. അപ്പോൾ a comes from linear acceleration ആണ്, omega comes from circular ആണ്. അപ്പോൾ linear aനും ആംഗുലർ ഒമേഗയും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കുന്നത്. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ്. ആംഗുലർ വെലോസിറ്റി റേഡിയൻ പെർ സെക്കൻഡ്. Omega is equal to limit delta t tends to 0, delta theta by dt, this is d theta by dt. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാംസിന് എഴുതുമ്പോൾ നിങ്ങൾ ലിമിറ്റ് വെച്ച് എഴുതുന്നില്ല, നേരെ ഒമേഗ ഇസ് ഇക്വൽ ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. ടെക്സ്റ്റിൽ എൻ സി ആർ ടിയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അതേ രീതി ഞാൻ ഫോളോ ചെയ്ത് വന്നത്. സോ യു ക്യാൻ സിംപ്ലി റൈറ്റ് ഓൺ എക്സാമിനേഷൻ ഒമേഗ ഇസ് ഇക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി ആൻഡ് എ ഇക്വൽ ടു ഡി വി ബൈ ഡി ടി. വി ഓൾറെഡി നോ ദാറ്റ് വി ഇക്വൽ ഡി എക്സ് ബൈ ഡി ടി. വി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണ്. അതേപോലെ നമുക്ക് എഴുതാം എ ഇക്വൽ ടു ഡി വി ബൈ ഡി ടി. അപ്പോൾ ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി കിട്ടി, എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി കിട്ടി. ഫ്രം ഫിഗർ ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് നമുക്ക് ട്രയാങ്കിൾ അഡീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ട്രയാങ്കിൾ രണ്ട് സൈഡ്സ് രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഇൻ ഓപ്പോസിറ്റ് ഓർഡർ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഡയഗ്രാം നമുക്ക് ആ റിസൾട്ടന്റ് വെക്ടേഴ്സ് വരച്ചിരിക്കുന്നത് എങ്ങനെ വരച്ചതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഈ വി എന്ന വെലോസിറ്റി വെക്ടർ, ഈ വെലോസിറ്റി വെക്ടർ ഈ ഡയറക്ഷൻ ഈ ആരോ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലെങ്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ വെലോസിറ്റി വെക്ടറിന് തീറ്റയും ആംഗിളും അതുപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റാതെ ഇത് നമ്മൾ മുകളിലേക്ക് റൈസ് ചെയ്യുകയാണെങ്കിൽ ഈ വെലോസിറ്റി വെക്ടറിന് മുകളിലേക്ക് റൈസ് നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. അതേപോലെ വി പ്ലസ് ഡെൽറ്റ വി എന്ന ഈ ഫൈനൽ വെലോസിറ്റി വെക്ടറിനെയും അതിന്റെ തീറ്റയും അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റാതെ ഇതിനെ ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ രണ്ട് സൈഡ്സ് പോലെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, വി ഇനീഷ്യൽ വെലോസിറ്റി ആണ്, അതിൽ ചേഞ്ച് വെലോസിറ്റിയിൽ വന്ന മാറ്റം ഡെൽറ്റ വി ആണ്. അപ്പോൾ ഈ ഫൈനൽ എന്ന് പറയുന്നത് വി പ്ലസ് ഡെൽറ്റ വി ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡ്സ് രണ്ട് വെക്ടേഴ്സ് ആക്കി എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഓർഡർ, ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു, അപ്പോൾ ഇവിടെ തന്നെ ഓപ്പോസിറ്റ് ഓർഡർ ആണ് റിസൾട്ടന്റ്. സോ വി പ്ലസ് ഡെൽറ്റ വി ഇസ് ദ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാം നമുക്ക് ആക്ച്വലി. കാരണം വി എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, ഡെൽറ്റ വി എന്ന് പറയുന്നത് ചേഞ്ച് വെലോസിറ്റി. അപ്പോൾ വി എന്ന ഇനീഷ്യൽ വെലോസിറ്റിയും ചേഞ്ച് വെലോസിറ്റി രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് വരുന്നത്, ഫൈനൽ വെലോസിറ്റി വരുന്നത്. സോ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ഓർ വി ക്യാൻ സേ ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ആണ്, അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു ഡി വി ബൈ വി എന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. അപ്പോൾ വി ഈക്വൽ ടു ഡെൽറ്റ വി ഈക്വൽ ടു വി ഡെൽറ്റ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ ലിമിറ്റ് ഒഴിവാക്കി നമ്മൾ പറഞ്ഞു ഡെൽറ്റയ്ക്കൊക്കെ പകരം നമുക്ക് എന്ത് ചെയ്യാം ഡി കൊടുക്കാം. അപ്പോൾ ഡി വി ഇസ് ഈക്വൽ ടു വി ഡെൽറ്റ തീറ്റ ഓർ ഡി തീറ്റ. സോ ഡി വി ഈക്വൽ ടു വി, സോ ഡി വി ഇസ് ഇക്വൽ ടു വി ഡി തീറ്റ. അപ്പോൾ നമുക്ക് എ അറിയാം, എ ഇക്വൽ ടു ഡി വി ബൈ ഡി തീറ്റയാണ്. സോ ഡി വിക്ക് പകരം നമ്മൾ കൊടുക്കുന്നു വി ഡി തീറ്റ. അപ്പോൾ വി ഡി തീറ്റ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ ഡി തീറ്റ ബൈ ഡി ടി. അപ്പോൾ എ ഇക്വൽ ടു വി ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ബൈ ഡി ടി ഒമേഗയാണ്. സോ വി എ ഇക്വൽ ടു വി ഒമേഗ ഓർ വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറയും. സോ എ ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ, ഓർ ഒമേഗ എന്ന് പറയുന്നത് വി ബൈ ആർ ആണ്. അതുകൊണ്ട് വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ, ആർ ആർ കട്ട് ചെയ്യും. സോ വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ എക്ക് ഇത്ര ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് എ ഈക്വൽ ടു വി ഒമേഗ കൊടുക്കാം, അല്ലെങ്കിൽ ആർ ഒമേഗ സ്ക്വയർ കൊടുക്കാം, അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ. ദീസ് ആർ ദ എക്സ്പ്രഷൻസ് ഫോർ ലീനിയർ ആക്സലറേഷൻ and to connecting angular velocity omega. അപ്പോൾ a equal to v omega, a equal to r omega square or a equal to v square by r. അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു. a equal dv by d theta എന്ന ഇക്വേഷൻ എടുത്തു. dv എന്ന് പറയുന്നത് v d theta ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ a equal to v d theta by dt, d theta by dt എന്ന് പറയുന്നത് ഒമേഗ ആണ്. സോ a is equal to v omega or r omega square or v square by r. The direction of this acceleration is directed towards the center through the radius vector and is called centripetal acceleration or center seeking acceleration or radial acceleration. അപ്പോൾ ആക്സലറേഷൻ എപ്പോഴും സെന്ററിലേക്കായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെലോസിറ്റി വെക്ടറും ആക്സലറേഷൻ തമ്മിൽ മേക്കിംഗ് ആൻ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ ആക്സലറേഷൻ ടു ഓൾവേസ് ടുവേർഡ്സ് സെന്റർ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് വെലോസിറ്റി ഗ്രീൻ ആണ് വെലോസിറ്റി വെക്ടർ ടാൻജന്റ് ടു ദ പോയിന്റ്. അപ്പോൾ വെലോസിറ്റി വെക്ടറും റേഡിയൽ ആക്സലറേഷൻ ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ.
centripetal force. The force which produces centripetal acceleration is called centripetal force. അപ്പോൾ നമുക്കറിയാം ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവിക ഫോഴ്സ് വരുന്നത് F equal to ma ആണ്. അവിടെ centripetal acceleration ഉണ്ട്. അപ്പോൾ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന centripetal force. Centripetal force is equal to mass into centripetal acceleration. നമുക്ക് F equal to ma എന്ന കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എഴുതിയത്. So F is equal to ma. So m equal to v omega എന്ന് എഴുതാൻ കാരണം നമുക്ക് ഓൾറെഡി a equal to v omega കിട്ടി. So F equal to v omega or നമുക്ക് v equal to r omega എന്നറിയാം. So m r omega square. വി സ്ക്വയർ ബൈ ആർ എഴുതാൻ കാരണം ഒമേഗയ്ക്ക് നമുക്കറിയാം വി ബൈ ആർ ആണ്. സോ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആർ കട്ട് ചെയ്തു. അഗെയിൻ വി ഗെറ്റ് എം വി സ്ക്വയർ ബൈ ആർ. സോ ദിസ് എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ആംഗുലർ ആക്സലറേഷൻ ആൽഫ. അപ്പോൾ നമ്മൾ ആക്സലറേഷൻ എ എന്നാണ് പഠിച്ചത്. ഇത് ആംഗുലർ ആക്സലറേഷൻ ആണ് ആൽഫ. The rate of change of angular velocity is called angular acceleration. അതായത് നമ്മൾ a equal dv by dt പറയുന്ന പോലെ നമുക്ക് പറയാം alpha equal d omega by d theta. So alpha is equal to limit delta tends to 0, delta omega by delta t, or we can say d omega by dt. So similar as a is equal to dv by dt പറയുന്ന പോലെ alpha equal to d omega by dt. So a is equal to r alpha. ആർ ആൽഫ ആണ്. സോ എക്സ്പ്രഷൻ വെച്ച് കണക്ട് ചെയ്യും. നമ്മൾ വി ഈക്വൽ ടു ആർ ഒമേഗ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ എഴുതാം എ ഈക്വൽ ടു ആർ ആൽഫ. ഇത് നമ്മൾ കൺവേർഷൻ ആണ്. നമുക്കറിയാം 360 ഡിഗ്രിയാണ് 2π റേഡിയൻ. കാരണം പൊതുവേ ഇത് നമുക്ക് SI യൂണിറ്റ് റേഡിയൻ ആണ്. സോ ഇവിടെ ഡിഗ്രിയിലാണ് തരും. അപ്പോൾ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കറിയാം 2π റേഡിയൻ ആണ് 360 ഡിഗ്രി. സോ 1 ഡിഗ്രി is equal to 2π by 360 റേഡിയൻ or π by 180 റേഡിയൻ. സോ വി ക്യാൻ സേ ദാറ്റ് ഡിഗ്രി റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 18. ഇതാണ് ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ. അപ്പോൾ ഇത് എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ സർക്കുലർ മോഷനിൽ വരുമ്പോൾ ആംഗിൾ ഡിഗ്രി തരും. പക്ഷെ നമുക്ക് വേണ്ടത് റേഡിയനിലേക്കാണ്. ആ കൺവേർഷനാണ്. സോ എക്സ് റേഡിയൻ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 180 ബൈ പൈ. തിരിച്ചു ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനും റേഡിയൻ നിന്ന് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുലാസ് ആണ് പറഞ്ഞത്. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷന് ആവശ്യമായ basic equations മുഴുവൻ നമ്മൾ ഇവിടെ explain ചെയ്തു കഴിഞ്ഞു. Hope these concepts are very clear to you. If you have any doubts, feel free to ask through comments. Thank you for watching. Thank you.